ചേട്ടാ, എനിക്കൊരു 10,000 രൂപ വേണം, അർജൻറ്റാണ്. എന്താടാ പെട്ടെന്ന്? വണ്ടിക്കൊല്ലാൻ പറ്റിയ? അതൊന്നും അല്ല ചേട്ടാ, ഇന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ലേറ്റ് നൈറ്റ് പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഷെയർ 10,000 രൂപയാണ്. എൻ്റെ കയ്യിലൊന്നും സെറ്റല്ല. എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ എനിക്കും അത്ര ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഇതാണ് ഏട്ടൻ്റെ കയ്യിലുള്ളത്. ഇതുകൊണ്ട് എന്തൊരു ചെയ്യാനാ? അനിയ, എൻ്റെ കയ്യിൽ ഈ 100 രൂപയുള്ളൂ. പക്ഷേ ഈ 100 രൂപ വെച്ച് എനിക്ക് ഒരു ദിവസത്തെ സന്തോഷം തരാൻ പറ്റും. നീ ആഗ്രഹിച്ച 10,000 രൂപ പാർട്ടി നിനക്കൊരു രാത്രിയിൽ ആവേശം തരും. പക്ഷെ നാളെ നേരം വെളുത്ത് നീ എണീക്കുമ്പോൾ വലിയൊരു കടക്കാരനായിട്ടായിരിക്കും എണീക്കുന്നത്. കടം പേടിച്ച് പാർട്ടി നടത്തുന്നേക്കാൾ ബോറടി വേറെ ഉണ്ടോടാ? എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആഘോഷിക്കുന്നു. ഇങ്ങനൊരു ദിവസം ആഘോഷമില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ആഘോഷം പൈസയിലൊന്നും അല്ലടാ. ഈ 100 രൂപയ്ക്ക് നമുക്കൊരു കേക്ക് വാങ്ങി, എന്നിട്ട് നമ്മുടെ ടെറസിന് മുകളിൽ നിന്ന് ഇന്ന് രാത്രി അത് മുറിക്കാം. ആളും ബഹളമൊന്നും ഇല്ലാത്ത ചെറിയൊരു ആഘോഷം. എന്താ? എല്ലാവരും എവിടെയൊക്കെയോ, ഗോവ, കൊച്ചി, ഊട്ടി, ദുബായ്. ഞാൻ മാത്രം ഈ മൊട്ടക്കുന്നിലെ ടെറസിൽ. എന്താടാ, പാർട്ടിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ്? ആ, നിന്റെ മനസ്സ് അങ്ങനെ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല വിനുവേട്ട. ഓരോരുത്തരുടെ ഒരു ഭാഗ്യം നോക്കി ഈ ന്യൂ ഇയർ എങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചതാ. ഇതിപ്പോൾ ഒന്നിനും ഒരു മൂഡില്ല. എല്ലാം ഒരു തോൽവി പോലെ തോന്നി. തോൽവിയോ? എന്ത് തോൽവി? പിന്നല്ലാതെ 27 വയസ്സായി. ലൈഫിൽ വിചാരിച്ച പോലെ ഇതുപോലെ ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ വർഷം പഴയതുപോലെ തന്നെ തീരുമെന്ന് ഓർക്കുമ്പോഴാ. അരുണേ, ഈ 35 വയസ്സിനിടയിൽ ഒരു കാര്യം ഞാൻ പഠിച്ചു. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കണം. അത് നമ്മൾ പോലും അറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിനക്ക് ജോലിയില്ല. നിന്റെ പഴയ ബൈക്ക് വർക്ക്ഷോപ്പിലാണ്. അന്ന് നീ എൻ്റെ അടുത്ത് വന്നിരുന്ന കരഞ്ഞ ഓർമ്മ.
ഡാനിയൻകുട്ട, അന്ന് നീ ആഗ്രഹിച്ചതൊക്കെ ഇന്ന് നിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇന്ന് നീ പരാതിപ്പെടുന്നത് നാളെ നിനക്ക് കിട്ടാൻ പോകുന്നതിനെ കുറിച്ചാണ്. അത് തെറ്റല്ലേ? ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഓരോ പടി കയറുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് കാണാൻ മറക്കരുത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 35ാമത്തെ വയസ്സിലും ചേട്ടൻ എങ്ങനെ ഇത്ര പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത്? ഓരോ വർഷം പ്രായം കൂടുന്തോറും ഞാൻ വിലയിടുന്നത് എൻ്റെ ബാങ്ക് ബാലൻസിലല്ല, ഞാൻ കൂടെ കൂട്ടിയ കുറേ നല്ല മനുഷ്യർ. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. നമ്മൾ എവിടെയാണെന്നതിനേക്കാൾ പ്രധാനം നമ്മളുടെ കൂടെയുള്ളവരോട് എത്ര സന്തോഷത്തിലാണ് എന്നതാണല്ലേ. സത്യം, ഈ ലോകത്ത് ആർഭാടമായി ആഘോഷിക്കുന്നവരെല്ലാവരും സന്തോഷത്തിലായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഹാപ്പിയാണ്, അതുപോലെ. ഞാൻ വാങ്ങി വെച്ചതായിരുന്നു, ആരും ഇല്ലാത്തോണ്ട് കത്തിക്കേണ്ടത് കരുതിയതാ. ഇപ്പൊ ഞാൻ ഇല്ലേ ചേട്ടാ കത്തിക്കാൻ?